ഈ PDDP-യുടെ ഭരണ പ്രക്രിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 9 മേഖലകളായിട്ട് ഈ PDDP-യിലെ കർഷകരെ തിരിച്ചിട്ട് അവിടെ നിന്ന് കർഷകരിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കപ്പെടുന്ന 9 പേരും അതോടൊപ്പം തന്നെ ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന 2 പേരും, അങ്ങനെ 13 പേരാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ, കർഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 9 പേർ, പിന്നെ ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന 2 പേര്. ഇങ്ങനെയുള്ളവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുക. ഈ കർഷകരുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക, അതോടൊപ്പം തന്നെ ട്രഷററെ തെരഞ്ഞെടുക്കുക. എല്ലാ മാസവും ഇവിടെ ബോർഡ് മീറ്റിംഗ് കൂടി ഇതിന്റെ ഭരണപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. PDDP-യിലെ കർഷകര് PDDP-യുടെ പ്രവർത്തനം കൊണ്ട് സംതൃപ്തരാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് വളരെ മനോഹരമായിട്ട് നിൽക്കാനായിട്ട് ഇടയായിത്തീർന്നത്. കാരണം ആനുകൂല്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, അവസരങ്ങളിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. ബോണസൊക്കെ കൃത്യമായിട്ട് നൽകുന്നു. ഓരോ ഓണക്കാലത്ത് കൃത്യമായിട്ട് ബോണസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണ കിറ്റ്, ക്രിസ്മസിന് കിറ്റ്, റംസാന് കിറ്റ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പാലുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ബട്ടറുണ്ട്, പനീറുണ്ട്, നെയ്യുണ്ട്, പിന്നെ കാലിത്തീറ്റ പ്ലാന്റുണ്ട്. കേരളത്തിലെ ഏക പാൽപ്പൊടി പ്ലാന്റ് PDDP-യാണ്. ഞങ്ങള് ഈ പാൽപ്പൊടി ശുദ്ധമായ രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ മറ്റ് പുറം ആളുകൾക്ക് ബൾക്കായിട്ട് വേണ്ടി വരുമ്പോൾ കൊടുക്കാനായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവകാശപ്പെടാനായിട്ടുള്ളത് കർഷകർ PDDP-യിൽ വലിയ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം വളരെ ആത്മാർത്ഥമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് ഇതിന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയുന്നുണ്ട്. കർഷകർക്ക് ഇതിന്റെ ലാഭവിഹിതം ഞങ്ങൾ വീതിച്ച് നൽകുന്നുമുണ്ട്. പിന്നെ ഈ കോവിഡ് കാലത്തൊത്തിരി പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളൊക്കെ എല്ലാ മേഖലയിലും അലട്ടിയതുപോലെ ഞങ്ങളെയും അലട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പതിയെ മുൻപോട്ട് കയറി വരികയാണ്. വളരെ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെയും വലിയ കൈത്താങ്ങായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായത് കർഷകർ. പിന്നെ അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത വളരെ കാര്യക്ഷമമായിട്ട് തന്നെ PDDP-യുടെ പ്രവർത്തനങ്ങളെ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. പാലുൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ 50ാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത് അടുത്ത ശനിയാഴ്ച 11-ാം തീയതി, മെയ് 11-ാം തീയതി രാവിലെ 11 മണിക്ക് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള മിസസ് മേരി ജോസഫ് അതിന്റെ പ്രഭാഷണം നടത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാനായ തോമസ് ചക്കേത്താണ് ഇതിന്റെ അധ്യക്ഷം വഹിക്കുക. ട്രഷററും സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ട്രഷററും വൈസ് ചെയർമാനും ചെയർമാനും അന്നേ ദിവസം വേദിയിലുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും